ഈ അൾത്താരയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയാനുള്ള കൃപ തന്ന അമ്മ മാതാവിനും തിരുക്കൂർമാരനും 1 കോടി നന്ദി. എൻ്റെ പേര് സ്മിത മാത്യു. ഞാൻ കണ്ണൂർ ജില്ലയിലെ പുളിങ്ങോം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2023 ഡിസംബർ 19-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിലെൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗം, ഞാൻ പല പ്രാവശ്യം OET പരീക്ഷ എഴുതിയെങ്കിലും എനിക്ക് ലിസണിങ് എന്ന സബ്ജക്റ്റിന് ഒരിക്കൽ പോലും 330 അല്ലെങ്കിൽ 340 എന്ന ഒരു സ്കോറിൻ്റെ മുകളിൽ പോയിട്ടില്ല. എനിക്ക് വേണ്ടിയിരുന്നത് 350 ആയിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത എക്സാം എഴുതി. മാതാവ് എനിക്ക് 380 മാർക്ക് തന്ന് എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ന്യൂസിലാൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം 2024 ഒക്ടോബർ ആയപ്പോഴത്തേക്കും എനിക്കൊരു 6 മാസം കഴിഞ്ഞപ്പോൾ കേസ് മാനേജർ അസൈനായ സമയത്ത് ഞാനൊരു GNM നേഴ്സാണ്. അപ്പോൾ ന്യൂസിലാൻഡിലേക്ക് ഒരു 2 വർഷമായതേ ഉള്ളൂ അവർ GNMകാരെ എടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പം അവർ പറയുന്ന ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്കവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് തന്നെയല്ല, നമ്മൾക്ക് അസൈൻ ആകുന്ന കേസ് മാനേജറാണ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മളെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് എടുക്കണോ അതേ ഒരു എൻറോൾഡ് നേഴ്സായിട്ട് എടുക്കണോ എന്നുള്ളത്. ഞാൻ ഒരു ഒക്ടോബർ 22-ാം തീയതി ഒരു മെയിൽ റിസീവ് ചെയ്തു. നിൻ്റെ എഡ്യൂക്കേഷൻ കാരണം ഞങ്ങൾക്ക് ഒരു അഡീഷണൽ അസസ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്, അതിനുശേഷം മാത്രമേ നിന്നെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് എടുക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ നീ ഒരു ബാൻഡ് ബിലോ ആയി എൻറോൾഡ് നേഴ്സായിട്ട് മാത്രമേ നിനക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നായിരുന്നു ആ മെയിലിൽ പറഞ്ഞിരുന്നത്. അത് കേട്ട് ഞാൻ വളരെയധികം വിഷമിച്ചു. കാരണം എനിക്ക് 16 വർഷത്തെ എക്സ്പീരിയൻസ് വിദേശത്തുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് അവിടെ പോയൊരു എൻറോൾഡ് നേഴ്സ് എന്ന് പറയുമ്പം നമുക്ക് ഒരു സാധാരണ നേഴ്സ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറും ചെയ്യാൻ പറ്റില്ല, ഒരു പേഷ്യൻസിന് ഒരു മെഡിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ കീഴിൽ ഒരു അസിസ്റ്റൻറ്റിനെ പോണക്ക് മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ എനിക്ക് ഒക്ടോബർ 22-നാണ് എനിക്ക് ഈ മെയിൽ ഞാൻ റിസീവ് ചെയ്തത്. അതിനുശേഷം ഞാൻ ഒക്ടോബർ 26-ാം തീയതിയായിരുന്നു ഇവിടെ ജപമാല റാലി. ഞാൻ ഇവിടെ വന്ന് നിന്ന് കണ്ണുനീരോടെ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എൻ്റെ ഈ നിയോഗം നടത്തി തരണമേ, ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന്. ഞാൻ ജപമാല റാലി കഴിഞ്ഞ് ചെന്ന് ഒക്ടോബർ 31-ാം തീയതി എനിക്കൊരു മെയിൽ വന്നു. ഒരു കുഴപ്പമില്ലാതെ എൻ്റെ എല്ലാ പേപ്പറും അപ്രൂവായി. എനിക്ക് ഇപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ മെയ് 12-ാം തീയതി ന്യൂസിലാൻഡിന് പോവുകയാണ്. പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി വെച്ചപ്പോൾ എനിക്ക് ഒരു സ്ഥലം വാങ്ങുവാൻ വേണ്ടിയിട്ട് കരുണ കാണിക്കണമേ എന്ന് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. മാതാവ് എനിക്ക് 2 സ്ഥലം തന്ന് എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഇവിടുത്തെ നേർച്ച വസ്തുവായി ഉപ്പ്, ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിന് പോയപ്പോൾ എനിക്ക് 2-3 പ്രാവശ്യം കിട്ടാതിരിക്കുകയും ഞാൻ ലാസ്റ്റ് പോയപ്പോൾ ഉപ്പ് കൊണ്ടുപോയി അവിടെ വിതറി പ്രാർത്ഥിച്ചു, മാതാവ് ഇനി ഒരിക്കലും എനിക്ക് ഈ ഒരു ഗ്രൗണ്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഇട വരുത്തരുതെന്ന്. മാതാവ് വളരെ ഭംഗിയായിട്ട് എനിക്ക് ആ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പാസ്സാകാൻ എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഞാൻ ഒരു നേഴ്സായതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റ് ഒരു മെൻ്റൽ ഹെൽത്ത് ഹോസ്പിറ്റലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കാരുണ്യ പ്രവർത്തികളൊക്കെ ഒത്തിരി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. അതുപോലെ ഞാൻ പത്രം വാങ്ങിച്ച് വിതരണം ചെയ്യാറുണ്ട്. പറ്റുന്ന രീതിയിലെല്ലാം എനിക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. അങ്ങനെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ എനിക്ക് ആർക്കൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഇത്രയേറെ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇനിയും എനിക്ക് ഈ അൾത്താരയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയുവാനുള്ള അനുഗ്രഹം എൻ്റെ അമ്മ മാതാവ് തരുമെന്ന്. സങ്കീർത്തനങ്ങൾ 33:21 നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു, എന്തെന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നു. സ്മിത എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച നന്മകളെ സന്തോഷത്തോടെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. OET എക്സാം മകൾ പരാജയപ്പെട്ടുകൊണ്ടിരുന്നത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയ നാൾ മുതൽ അത് ആദ്യ അറ്റംപ്റ്റിൽ തന്നെ പ്രത്യേകിച്ച് ലിസണിങ് നല്ല മാർക്കോടെ വിജയിക്കുവാൻ അമ്മ മാതാവ് സഹായിച്ചതിന് നന്ദി പറഞ്ഞു. അതോടൊപ്പം തന്നെ GNM മാത്രം പാസ്സായ ഒരു മകള് രജിസ്റ്റേർഡ് നേഴ്സായി ന്യൂസിലൻഡിൽ മകൾക്ക് ജോലി ലഭിച്ചതിനെ വലിയ സന്തോഷത്തോടു കൂടി അമ്മയുടെ തിരുവൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഒരു സ്ഥലം വാങ്ങുവാനുള്ള നിയോഗത്തെയും അമ്മ മാതാവ് ഈ നാളുകളിൽ അനുവദിച്ച് നൽകിയതിനെയും സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു. മകളുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത അത് കഴിവിനാലല്ല, അത് തൻ്റെ യോഗ്യതകളാലല്ല, മറിച്ച് ദൈവകൃപയാൽ അമ്മ മാതാവിൻ്റെ സംരക്ഷണ സഹായത്താൽ മാത്രം തനിക്ക് OET എക്സാമും RN നേഴ്സായിട്ടുള്ള തൻ്റെ അപ്പോയിൻമെൻറ്റും
ലഭിച്ചു എന്നതാണ് മകള് ഈ സാക്ഷ്യത്തിൽ ഏറ്റുപറയുന്നത്. അതോടൊപ്പം തന്നെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ആദ്യ നാളുകളിലുണ്ടായിരുന്ന പരാജയങ്ങളെ മുഴുവനും മാറ്റിക്കൊടുത്ത് ഉടമ്പടി എടുത്ത് ആദ്യം എഴുതിയ പരീക്ഷയിൽ തന്നെ നല്ല വിജയം നൽകി തൻ്റെ തുടർ ജീവിതത്തെ മുന്നോട്ടുള്ള തൻ്റെ കരിയറിനെ നന്നായി കൊണ്ടുപോകുന്നതിനുള്ള വഴികൾ ഒരുക്കിക്കൊടുത്തുവെന്നും മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുക്കുന്ന പരിശുദ്ധമ്മയുടെ സവിശേഷമായ സംരക്ഷണവും ജീവിതത്തിൽ അനുഭവിക്കുന്നതിനെക്കുറിച്ചും മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഉടമ്പടിയിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിക്കുമ്പോൾ നമ്മൾ മാതാവിൻ്റെ കരം പിടിച്ചാണ് ജീവിതത്തിൽ നടക്കുന്നത്. നമ്മുടെ ക്ലേശങ്ങളെ, ആകുലതകളെ, ആപലാദികളെ അമ്മയുടെ കരങ്ങളിലൂടെ ഈശോയ്ക്ക് കൊടുക്കുമ്പോൾ അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്ന യോഹന്നാൻ 2:5 വചനപ്രകാരം നമ്മൾ ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ തീരുമാനിക്കുമ്പോൾ നാം ആവശ്യപ്പെടുന്നത് ഓരോന്നും അനുവദിച്ചു തരുവാൻ അമ്മ കൂടെയുണ്ടാകും എന്ന ഉറപ്പാണ് ഉടമ്പടിയുടെ ബലവും കരുതലും. അതുകൊണ്ട് ഈ മകൾ ലോകത്തോട് ഇന്ന് സാക്ഷ്യപ്പെടുത്തുന്നതും ഉടമ്പടിയിൽ ഞാൻ ആശ്രയിച്ചു, ഉടമ്പടി പ്രകാരം ഞാൻ ജീവിച്ചു, അതെനിക്ക് അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. നമ്മുടെ നിയോഗങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും പരിശുദ്ധമ്മയുടെ സംരക്ഷണയാൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.